ഫുട്ബോൾ ലോകത്ത് വൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ജൂനിയറിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൽ നിൽക്കുമോ അതോ പോകുമോ? അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡോട് ചോദിച്ചിരിക്കുന്നത് 30 മില്യനാണ്. എന്ന് പറഞ്ഞാൽ 285 കോടി രൂപയാണ് വിനീഷ്യസ് ജൂനിയർ മന്ത്ലി സാലറി ആയിട്ട് റയൽ മാഡ്രിഡിന് ചോദിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡ് പറയുന്നത് 20 മില്യൺ ടു 22 മില്യൺ ആണ്. 190 കോടി ടു 209 കോടി വരെയാണ് റയൽ മാഡ്രിഡ് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് റയൽ മാഡ്രിഡിന്റെ ഫൈനൽ ഡിസിഷനാണ് പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇനി വിനീഷ്യസ് ജൂനിയർ നിൽക്കോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വിനീഷ്യസ് ജൂനിയറിനെ അഥവാ ആർസണൽ വാങ്ങുകയാണെങ്കിൽ 170 മില്യൺ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 1620 കോടി രൂപയാണ് റയൽ മാഡ്രിഡിന് കൊടുക്കേണ്ടത്. ആർസണൽ വെച്ചേക്കുന്ന ബിഡ് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 150 മില്യൺ വരെയാണ്. എന്ന് പറഞ്ഞാൽ 1427 കോടി രൂപ വരെ വിനീഷ്യസ് ജൂനിയറിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർസണൽ മന്ത്ലി സാലറി ആയിട്ട് 25 മില്യൺ ആണ്. അതിൻ്റെ കൂടെ ആഡ് ഓണും ബോണസും കൂടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ വരുമോ ഇല്ലയോ എന്നാണ് ഞാൻ അറിയേണ്ടത്. ഇത്രയും നല്ല ഓഫർ ആർസണൽ വെക്കുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ എപ്പോഴും പറയേണ്ടത് എനിക്ക് റയൽ മാഡ്രിഡ് തന്നെ ചെയ്യാനാണ് താല്പര്യം. റയൽ മാനേജ്മെന്റ് ഇതുവരെ വിനീഷ്യസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്താവും നമുക്ക് കാത്തിരിക്കാം. വിനി ജൂനിയർ 2018 റയൽ മാഡ്രിഡിലോട് ചേക്കേറുന്നത്. അതിനുശേഷം 6 വർഷം കൊണ്ട് അയാൾ 14 മേജർ ട്രോഫികളാണ് ആ ക്ലബിന് നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതലൊക്കെ എന്താണ് ഒരു പ്ലെയർ ക്ലബിന് വേണ്ടി നൽകുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം വിനീഷ്യസ് ജൂനിയർ ഈ ടീമിനെ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒരു പ്ലെയറാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ രേഖപ്പെടുത്തുക.